Vlogs. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip. ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ എൻ്റെ വെഡ്ഡിങ് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, വെഡ്ഡിങ് വ്ളോഗ്സ് ഇട്ടൂടെ, വെഡ്ഡിങ് സീരീസ് ആയിട്ട് ഇട്ടൂടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യും, ഞാൻ ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഷോപ്പിംഗ് ഒന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെഡ്ഡിങ്ങായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ വന്നു കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ ഗോൾഡ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല കുറച്ച് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള കളറ് ഡ്രസ്സ് വേണമല്ലോ ഇടാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെഡ് ചൂസ് ചെയ്തത്. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ പോയത്. പിന്നെ ഇത് ആക്ച്വലി ഞങ്ങൾ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഒക്ടോബറിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗോൾഡ് എടുക്കാൻ പോയത്. അപ്പോൾ അത്രയും നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടല്ലോ, നമുക്ക് കല്യാണത്തിനേക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഏകദേശം ടൈം ആയല്ലോ. ഇപ്പോഴും എൻ്റെ വെഡ്ഡിങ് ഡേറ്റ് അറിയാത്തവരുണ്ട്. അപ്പോൾ ഞാൻ വെഡ്ഡിങ് ഡേറ്റൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും എൻ്റെ വെഡ്ഡിങ് ഡേറ്റ് എപ്പോഴാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ കല്യാണം ഫെബ്രുവരി 18-നാണ്, അതായത് 2024 ഫെബ്രുവരി 18. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു 3 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയത്ത് ഞാൻ മുടി അഴിച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പോയി കുറച്ച് പകുതി എത്തിയപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ പോലെ വന്നു. അപ്പം ഞാൻ ആക്കി കെട്ടിവെച്ചു കേട്ടോ. ഇപ്പം നല്ല സുഖമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ വെഡ്ഡിങ് സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫോണിൽ വെച്ചിട്ട് ഞാൻ അല്ലാത്ത എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മിസ്സായി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഫൈനലി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ വടകര മലബാർ ഗോൾഡിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. പോകുന്ന വഴി കുറച്ചൊക്കെ എത്തിയപ്പോഴേക്കും അമ്മ ഉറക്കമായി കേട്ടോ. ഞാനിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ഞാൻ പാടുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട് എനിക്കിഷ്ടപ്പെട്ട. അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടോ, അധികം പുറകോട്ടൊന്നും പോകരുത്. അപ്പം ഞാൻ ഏത് പാട്ടാണ് പാടിയെന്നുള്ളത് ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ചുമ്മാ നോക്കാമല്ലോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. സിമ്പിളാണ്, ചിലപ്പോൾ ഞാൻ ശശിയാവും, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി, ഗൈസ് കൊച്ചി എത്തി. അപ്പോൾ അങ്ങനെ മലബാർ ഗോൾഡ് എത്തി. നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ പോവാണ്. കയറി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഒരു സ്ഥലത്തിരുന്നു. പോയപാടെ നമുക്കൊരു ജ്യൂസൊക്കെ തന്നു കേട്ടോ. നല്ല അടിപൊളി പൈനാപ്പിളിൻ്റെ ജ്യൂസായിരുന്നു, നല്ല തണുത്ത ജ്യൂസായിരുന്നു. അങ്ങനെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആൻറ്റിക് ടൈപ്പൊക്കെ ഒന്ന് നോക്കി. ചോക്കർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് ഞാനത് എടുത്തില്ല കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ടൈപ്പൊന്നും എന്തായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഇട്ട് നോക്കുകയാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്.
ആദ്യം അവരിങ്ങനെ കുറച്ചൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യാമല്ലോ എന്ന് ഉള്ളൊരു ഇതിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറേ കണ്ണാടിയിലൊക്കെ നോക്കി കളിച്ചു. അമ്മ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ പോയ സമയത്ത് എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവൾ ദുബായിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്ടോബറിലാണ് എടുക്കാൻ പോയത്. അപ്പോൾ അവൾ വന്നത് നവംബറിലാണ്. അപ്പോൾ അവളില്ലാത്തതിൻ്റെ ഒരു കുറവും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ എല്ലാവർക്കും ഓക്കെ ആവണം, എല്ലാവർക്കും ഇഷ്ടമാവണം, എന്തെങ്കിലും ഞാനും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവളെ വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ അശ്വിനെ വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവണം. അപ്പോൾ അങ്ങനെ ഞാൻ ആരൊക്കെയോ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും വെള്ളം കൊണ്ട് തന്നു കേട്ടോ. ഇത് വേറെന്തോ ഒരു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ചേച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുത്തു തരാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. പിന്നെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തു. അപ്പോൾ എല്ലാം ഒന്നും കിട്ടിയിട്ടുണ്ടാവണമെന്നും ഇല്ല. പിന്നെ കിട്ടിയതൊക്കെ ഞാൻ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. അങ്ങനെ കുറച്ച് മാലയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. മാല മാത്രം എടുക്കാനാണ് കേട്ടോ അന്ന് പോയത്. കാരണം ആ സമയത്ത് ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ അവളും കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി സാധനങ്ങൾ മാല മാത്രം എടുത്തിട്ട് ബാക്കി വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോയി എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നെ മാല തന്നെയാണെങ്കിലും ഞാനിപ്പോൾ എടുത്തതൊന്നും ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തതിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ എടുത്തു, ബട്ട് അതിലിനിയും മാറ്റം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കാണിച്ചിട്ട് നിങ്ങൾ വിചാരിക്കില്ലേ കല്യാണത്തിൻ്റെ സമയത്ത് കാണുമ്പോൾ ഇതൊന്നും അല്ലല്ലോ അന്ന് കാണിച്ചത്, അപ്പോൾ ഫുള്ള് പറ്റിപ്പാണല്ലേ എന്ന് വിചാരിക്കില്ലേ. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇനി എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, അപ്പം ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് കാണാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം മാറ്റമൊന്നുമല്ല, ഇതിൽ ചിലതൊക്കെ മാറ്റം വരുത്താനുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാതിരുന്നത്. അങ്ങനെ മാല എടുത്തെടുത്ത് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. രാത്രിയായി ഗൈസ്. അങ്ങനെ കോഫി പിന്നെയും കൊണ്ടുത്തന്നു. അപ്പോൾ സ്നേഹത്തോടെ കൊണ്ടുത്തരുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നത് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചേച്ചിയും ഏട്ടനൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. ഞാനും ഓക്കെ ആയിരുന്നു, അവരും ഓക്കെ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വീട്ടിലൊക്കെ എത്തി പിന്നെ നോക്കുമ്പോൾ ഉണ്ടാവില്ലേ നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു, അങ്ങനത്തെ എടുക്കായിരുന്നു, അതെടുക്കായിരുന്നു, മറ്റേതെടുക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരില്ലേ. ആ തോന്നലിലാണ് കേട്ടോ മാറ്റങ്ങൾ വരുത്താനുള്ളൊരു ടെൻഡൻസി കൂടിയത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇനി നേരെ വീട്ടിലേക്കാണ്. ഞങ്ങൾ വന്നത് 3 മണിക്ക് ശേഷമാണ്. തിരിച്ച് പോയത് എനിക്ക് തോന്നുന്നു 8 മണിക്ക് എങ്ങാണ്ടായിരുന്നു തിരിച്ചു പോയത്. അപ്പോൾ ഒന്നാമത് അവിടെ നല്ല തിരക്കായിരുന്നു. എന്തായാലും ഗോൾഡ് എടുത്ത് ഞാൻ ക്ഷീണിച്ചു ഗൈസ്. നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. പോയിട്ട് കഴിക്കാമല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വെഡ്ഡിങ് സീരീസൊക്കെ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.